ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ ജാമിന്റെ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേക്കിനൊക്കെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കുന്ന ലെമൺ കേർഡായിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 1/3 കപ്പ് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മഞ്ഞ കളറിലുള്ള നാരങ്ങ തന്നെ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഉരുകി വരുന്നിടം വരെയും വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. നല്ലപോലെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. 2 മുട്ട എടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ചൂടാറാൻ വെച്ചിരിക്കുന്ന ആ നാരങ്ങ ഒക്കെ ഉള്ള പാനിലോട്ട് ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓൺ ആക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. ഇങ്ങനെ മുട്ട ചേർത്ത് ഇളക്കി കൊടുത്ത് ഏകദേശം 1 മിനിറ്റോളം ആകുമ്പോൾ തന്നെ ഇത് കുറുകി തുടങ്ങും. ആ സമയത്ത് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മൾ വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായി വന്ന് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം ലെമൺ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ലെമൺ ഗ്ലേസ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പറയുന്നത് ലെമൺ കേർഡ് എന്നാണ്. അതായത് ഈ ഒരു കുറുകല് ഉണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ കിട്ടുന്നതിനാണ് ലെമൺ കേർഡ് എന്ന് പറയുന്നത്. ഇത് ഇനിയും തിക്കാക്കിയാലല്ലേ ജാം ആവുള്ളൂ. ജാമിന്റെ പരുവത്തിലായിട്ടില്ലല്ലോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മുട്ട ചേർത്തതിന് ശേഷം 3 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ തന്നെ ഇത് ലെമൺ കേർഡായി മാറും. ഈ ലെമൺ കേർഡ് ആയതിനു ശേഷം വീണ്ടും 2 മിനിറ്റും കൂടി നമ്മൾ ഒന്നും കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിന് ഈ ഒരു തിക്നെസ് ഒക്കെ വരും. ഈ ഒരു തിക്നെസ് ഒക്കെ ആകുമ്പോൾ ഇത് ഓഫ് ചെയ്തിടുക. അല്ലാതെ നമ്മൾ അടുപ്പിൽ വെച്ച് തന്നെ ജാമിന്റെ ടെക്സ്ചറിലോട്ട് ആക്കരുത്. ചൂടാറുമ്പോൾ ഇത് ജാമിന്റെ ടെക്സ്ചറിലോട്ട് മാറിക്കോളും. ഇപ്പൊ നമുക്ക് ഈ ഒരു ടെക്സ്ചർ മതി, ഈ ഒരു തിക്നെസ് ഒക്കെ മതി. അതായത് മൊത്തം ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ലെമൺ ജാമായി മാറും. ഇനി തീ ഓഫ് ചെയ്തിടുക. ഇത് ഒരു നാരങ്ങയുടെ തൊലിയെടുത്ത് ചീകി വെച്ചിരിക്കുന്നതാണ്. ഇത് 1 ടീസ്പൂൺ ഉണ്ട്. ഇതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഒന്നും കൂടി ലെമണിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ നാരങ്ങയുടെ തൊലി ചീകി എടുക്കുമ്പോൾ ആ വൈറ്റ് ഭാഗം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ആ പുറമേ ഉള്ള യെല്ലോ കളർ ഭാഗം മാത്രം മതി. ഈ ലെമൺ ജാമിന് വേണ്ടി എടുക്കുന്ന നാരങ്ങ എന്ന് പറഞ്ഞാൽ നല്ല യെല്ലോ കളറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ നല്ല ടേസ്റ്റ് കിട്ടില്ല ലെമണിന്റെ. ഇനി ഇതിലോട്ട് 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട. 2 ഡ്രോപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ വാനില എസൻസ് ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ജാമിന്റെ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി ലൂസായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂടാറുമ്പോൾ നല്ല പാകത്തിനായിട്ട് വന്നോളും. ഇവിടെ ഇപ്പം ഈ ലെമൺ ജാം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ എങ്ങനെയാ ഇരിക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി ചൂടാറട്ടെ. ആറിയതിനു ശേഷം ബ്രെഡിൽ ഞാൻ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ, ഞാൻ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ജാമ് പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന്, അതായത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമൊക്കെ ആവുമ്പോൾ നല്ല കട്ടൊക്കെ ഇരിക്കും. നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷെ ഈ ഒരു ജാമിന് അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഇതിപ്പോ നല്ല ഈസി ആയിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല, യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല.
പിന്നെ ലെമൺ ഫ്ലേവറിലുള്ള ഒരു ജാം നമ്മൾ അങ്ങനെ അധികം കാണാറില്ലല്ലോ. കൂടുതലും പൈനാപ്പിൾ, മാംഗോ അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജാമല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കുക്കായി വന്ന് ജാമായി മാറുമ്പോൾ മുട്ടയുടെ ഒന്നും ഒരു ഫ്ലേവറും ഇതിൽ അറിയുക പോലും ഇല്ല. മുട്ട ചേർക്കുന്ന കണ്ടിട്ട് ആരും ഇത് ഉണ്ടാക്കാതെ ഇരിക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ്. അധികം നമുക്ക് ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജാമല്ലേ. അതുപോലെ തന്നെ ഓറഞ്ച് വെച്ചും ഈ ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.